പാലക്കാട് അട്ടപ്പള്ളത്ത് നിസ്സഹായനായ ഒരു മനുഷ്യൻ കേരളത്തിൻ്റെ മണ്ണിൽ മരിച്ചു വീണിരിക്കുന്നു. ആൾക്കൂട്ടം അദ്ദേഹത്തെ കൊന്നിരിക്കുന്നു. 31 വയസ്സുകാരനായ നിസ്വനായ നിസ്സഹായനായ ഒരു പാവം മനുഷ്യനെ ആൾക്കൂട്ടം തല്ലിക്കൊന്നിരിക്കുകയാണ്. കേരളം എന്തിൻ്റെയൊക്കെ പേരിൽ അഭിമാനം കൊണ്ടിരുന്നുവോ ആ അഭിമാനത്തെയൊക്കെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ മണ്ണിൽ ഒരു പാവം മനുഷ്യൻ നിസ്സഹായനായി നിലവിളിച്ചുകൊണ്ട് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നു. മനുഷ്യനെ ആൾക്കൂട്ടം വിചാരണ ചെയ്ത് ആയുധങ്ങൾ ഉപയോഗിച്ച് അടിച്ചു കൊല്ലുന്നു. നിങ്ങളിൽ വിവേകമുള്ളവർ ആരുമില്ലേ? എന്തൊരു ക്രൂരതയാണിത്! ഒരൊറ്റ തെറ്റ് മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഭാഷ അദ്ദേഹം സംസാരിക്കുന്നില്ല. നിങ്ങളുടെ പ്രിവിലേജ് അദ്ദേഹത്തിനില്ല. അപരിചിതമായ ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യനെ രക്ഷിക്കുന്നതിന് പകരം ആൾക്കൂട്ടം ശിക്ഷിക്കുകയാണ്. തും ബംഗ്ലാദേശി ഹെ, നിങ്ങൾ അന്യനാണോ എന്നാണ് ചോദ്യം. കേരളം ലജ്ജിക്കേണ്ടിയിരിക്കുന്നു. തൊഴിൽ തേടി വന്ന ഒരാളെ തല്ലിക്കൊല്ലുക. ആ മനുഷ്യൻ മരണത്തിന് കീഴടങ്ങുമ്പോൾ ദേഹമാസകലം മുറിവേറ്റുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തും മുറിവേൽക്കാതെയില്ല. 40ഓളം മുറിവുകൾ, തല മുതൽ പാദം വരെ അദ്ദേഹത്തെ തല്ലിയിരിക്കുന്നു. 40ലധികം മുറിവുകൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ദേഹത്ത് പതിച്ചിരിക്കുന്നു. രക്തം തുപ്പിയിരിക്കുന്നു. ആഹാരജലം അദ്ദേഹത്തിന് ലഭിച്ചില്ല. നിലത്തിട്ട് ചവിട്ടിയതിൻ്റെയും വലിച്ചഴിച്ചതിൻ്റെയും പാടുകൾ ദേഹത്തുണ്ടായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഛത്തീസ്ഗഡ് സ്വദേശിയായ രാം നാരായണിൻ്റെ മരണം, ആ മരണത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാണ്. ആ മരണത്തിൽ നമ്മൾ ഉത്തരവാദികളാണ്. ലോക ഭൂഖണ്ഡങ്ങളിൽ തൊഴിൽ തേടിപ്പോകുന്ന മനുഷ്യരാണ് നാം. നിങ്ങളെക്കാൾ കഴിവില്ലാത്ത ഒരു മനുഷ്യനെ, നിങ്ങളുടെ ഭാഷ സംസാരിക്കാത്ത ഒരു മനുഷ്യനെ നിങ്ങളെപ്പോലെ ആകാതിരുന്നതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലുന്നു. ആൾക്കൂട്ട വിചാരണ നടക്കുന്നു. മോബ് ലിഞ്ചിങ് രോഗാതുരമായ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് ഇതൊക്കെ. അന്യരെല്ലാം ശത്രുക്കളാണെന്ന് നാം വിചാരിക്കുന്നു. ബംഗാളും ബംഗ്ലാദേശും നമുക്ക് ഒരുപോലെയാകുന്നു. നമ്മളല്ലാത്തവരൊക്കെ നമുക്ക് അന്യരാകുന്നു. ആൾക്കൂട്ടം തന്നെ അപകടമാണ്. ആൾക്കൂട്ടം തിന്മയുടെ പ്രതീകമാണ്. തൊഴിൽ തേടി വന്ന ഒരാൾ, 2 കുഞ്ഞുങ്ങളുടെ വിശപ്പകറ്റാൻ വന്ന ഒരാൾ ചേതനയറ്റ ശരീരവുമായി തിരിച്ചു പോകുമ്പോൾ ആ ദുഃഖവും സങ്കടവും വർണ്ണനാതീതമാണ്. ബീഹാറിലെ ഇലക്ഷനിൽ നിതീഷ് കുമാർ BJP സഖ്യം വിജയിച്ചതോടുകൂടി അവിടെ വസ്ത്രവ്യാപാരിയെ തുണി അഴിച്ച് പരിശോധിച്ച് മുസ്ലിമാണെന്ന് ഉറപ്പുവരുത്തി തല്ലിക്കൊന്ന വാർത്ത കേട്ട ഉടനെയാണ് വീണ്ടും നമ്മുടെ കേരളത്തിൽ ഈ ഏറ്റവും വലിയ തോന്നിവാസം നടക്കുന്നത്. വർഗീയതയും വിദ്വേഷവും അന്യരോടുള്ള വെറുപ്പും പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. ഓരോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഫോർവേഡുകളിലും നാം കുത്തി നിറക്കുന്നത് മറ്റൊരു മനുഷ്യനെക്കുറിച്ചുള്ള വെറുപ്പാണ്, വിദ്വേഷമാണ്. ഡൽഹിയിലെ മലിനവായുവിനേക്കാൾ മാരകമായ വിഷവായുവാണ് നാം മൊബൈൽ ഫോണിലൂടെ ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യപ്പെടുന്ന പരമത വിദ്വേഷത്തിൻ്റെ ഇരയാണ് ആ മനുഷ്യൻ. അന്യരോടുള്ള വെറുപ്പിൻ്റെ ഇരയാണ് ആ മനുഷ്യൻ. ബംഗ്ലാദേശിൽ നിന്നും ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് നുഴഞ്ഞു കയറുന്നു എന്ന പച്ച നുണ പറയുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ കേട്ടുകൊണ്ടാണ് പാലക്കാട്ടെ BJP പ്രവർത്തകർ ഛത്തീസ്ഗഡിലെ ഒരു പാവം മനുഷ്യനെ കൊന്നത്. സംശയമേതുമില്ല. അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് എന്തിന് ഇന്ത്യയിലേക്ക് വരണം? എന്താണ് ഇന്ത്യയിലുള്ളത്? ഏഷ്യയിലെ ഏറ്റവും മൂല്യം കുറഞ്ഞ കറൻസിയുമായി നിൽക്കുന്ന ഇന്ത്യയിലേക്ക് ഏത് രാജ്യത്തുള്ള ആളുകളാണ് നുഴഞ്ഞു കയറുന്നത്? ഡാറ്റകൾ വേണ്ടേ? ബീഹാറിൽ കൊണ്ടുവന്ന SIRൽ എത്ര നുഴഞ്ഞുകയറ്റക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പ്രധാനമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ സാധിച്ചിട്ടുണ്ടോ? എന്ത് കണ്ടിട്ടാണ് ഇന്ത്യയിലേക്ക് ആളുകൾ നുഴഞ്ഞു കയറേണ്ടത്? നാടുകളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് അഭയാർത്ഥികളായി വരാൻ എന്ത് പറുദീസയാണ് ഇന്ത്യയിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്? ആളുകൾ നുഴഞ്ഞു കയറി വന്ന് ജീവിക്കാൻ കൊതിക്കുന്ന ഒരു പറുദീസയായി ഇന്ത്യയെ ഏത് ഭരണകൂടമാണ് മാറ്റിയിട്ടുള്ളത്? ഇവിടെ നിന്നല്ലേ ആളുകൾ പുറത്തേക്ക് പോകുന്നത്?
സിറ്റിസൺഷിപ്പിന് വേണ്ടി ഇന്ത്യക്കാർ കാത്തു നിൽക്കുകയല്ലേ? ഗുജറാത്തിൽ നിന്ന്, UP-യിൽ നിന്ന്, എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും മൈഗ്രേഷൻ നടക്കുകയല്ലേ? ചില വിസ നിഷേധിച്ചപ്പോൾ, HB1 വിസ നിഷേധിച്ചപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് ആർക്കാണ്? ഇന്ത്യക്കാർക്കാണ്, ഇന്ത്യക്കാണ്. എന്താ കാരണം? നിങ്ങൾ പറയുന്ന ഒരു പറുദീസയാണെങ്കിൽ എന്തിനാണ് UK-യിലും കാനഡയിലും പോയി എല്ലാവരും സിറ്റിസൺഷിപ്പ് എടുക്കുന്നത്? ഈ രാജ്യത്തിനെതിരെ, മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം പറയുന്ന സംഘികളിൽ ഭൂരിഭാഗവും ജീവിക്കുന്നത് ദേശരാജ്യങ്ങളിലല്ലേ? അമേരിക്കയിലല്ലേ? കാനഡയിലല്ലേ? ആ വിസയല്ലേ സംഘികൾക്ക് ആവശ്യം? അക്ഷയകുമാർ കനേഡിയൻ പാസ്പോർട്ട് ഹോൾഡർ അല്ലേ? ആർക്കാണ് വിദേശ രാജ്യങ്ങളിലെ പൗരത്വം ആവശ്യമില്ലാത്തത്? ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിൽ നിന്നോ വരുന്ന ആളുകളെ കുറിച്ചല്ല BJPയുടെ പരാതി. ഇവിടെയുള്ളവരെ അന്യവൽക്കരിക്കണമെങ്കിൽ പുറത്തുള്ളവരെ കുറ്റപ്പെടുത്തണം, അകത്തുള്ളവരെ പുറത്തുള്ളവരായി ചിത്രീകരിക്കണം. അതിനുവേണ്ടിയാണ് നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളം. അങ്ങനെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റക്കാർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും തന്നെയാണ്. ഒരു വിഭാഗത്തോടുള്ള അന്ധമായ വിരോധം, അനീതി ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന ഖുർആൻ വചനം ഓർക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.